എല്ലാവരും നല്ല ഇതിൽ കയറിപ്പോയില്ലേ, ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുവോ? അത് നിങ്ങൾക്ക് നടക്കാൻ വരുന്നവർക്ക് മനസ്സിലായില്ലേ? ഇഷ്ടം മലയാളം പറയുമെന്ന് ഞാൻ പറയല്ലേ, ഞാൻ ഓർക്കുന്നു മലയാളിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നെന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് നേരാത്ത കാരണം ഞാൻ അവിടെ നിന്നു, അല്ലാത്തതെല്ലാം പോയി. ഈ അവശതയിലൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴേ അവരവർക്ക് ഈ മലയാളി ഒന്നും അല്ല, വേറെ വല്ലവരും ആയിരിക്കുന്നവർക്കാണ് ഞാൻ ഇങ്ങനെ. ആരായിരുന്നു കൂടെ? ഇവരൊക്കെ വെളിയിലായിരുന്നു, വെയിലായിരുന്നു. അവർ കയറ്റി വിടത്തില്ലെന്ന് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും മേലാത്ത കാരണം മാത്രം കയറ്റിയതാണ്. അവരാ ഡോക്ടർ ഇരിക്കുന്ന റൂമിലോട്ട് കാര്യം കയറ്റി. ഈ ചെടി ഉണ്ടല്ലോ, ഇത് എവിടെ നിന്ന് വെള്ളപ്പൂടി ഇതുണ്ടല്ലോ, ചിലടത്ത് ഹൈ റേഞ്ചില്ല. ഇത് ഡോക്ടർമാരെ കാണാൻ പറഞ്ഞതായിരുന്നു അവരോട്. ഇപ്പൊ വരുമോ? ഈ ഇന്നെങ്ങാനും വരുമോ? അതിന് വരും. ബിന്ദു വിളിച്ചിട്ടുണ്ട്, വരുമെന്നാ പറഞ്ഞത്. ഇതാ വരുന്നുണ്ടല്ലോ. ആണ് പനി വന്നു. എന്നാണ്ട് സുഖാണോ? ഒരാഴ്ച പകുതിയായിപ്പോയി. പാവം, വേദന അതുപോലെയായിരുന്നല്ലേ? ഇപ്പൊ സുഖമായില്ലേ? മെഴ്സി പോയത് നന്നായി. നല്ല കൈനിയാണോ? ഇതിനെ മെഡിക്കൽ കോളേജിലും കാരിത്താസിലും ഒക്കെ പോകുന്നത്. മെഡിക്കൽ കോളേജിൽ ഇപ്പൊ കിടന്നിരുന്ന് തീർന്നു കിട്ടിയോ? എത്ര ദിവസം ഉണ്ടായിരുന്നു മെഴ്സിയില്? 6 ദിവസം. പെങ്ങാൾ ഡോക്ടറല്ലേ? ഡോക്ടറുടെ പേരൊക്കെ പഠിച്ചു വെക്കണേ. ഇനി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ മറിയാമ്മ ഡോക്ടർ, മറിയാമ്മ ജോസഫ് ഡോക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. നമുക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. നമ്മുടെ വീഡിയോ ഒന്നും എടുത്ത ക്യാമറ എടുത്ത ശരിയായില്ല. നമ്മുടെ വീഡിയോക്കകത്തൊക്കെ നല്ലപോലെ വിറയിലാന്ന് നമുക്ക് കമന്റിലൂടെ വന്നിട്ടുണ്ട്. അതിന്റെ പോരാഴിക്കാൻ സജിനി ഇല്ലാഞ്ഞതിൻ്റെയാണ് വന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ നല്ല സൂപ്പറായിട്ടാണ് എടുത്തോണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മ കുറഞ്ഞിരിക്കട്ടെ, നല്ല വരാൻ പറ്റുമോ? സമയത്ത് മരുന്ന് കഴിക്കണം. സജിനിയെന്ന ക്യാമറാമാൻ ഇല്ലാഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ക്ലാരിറ്റി റീച്ച് കുറഞ്ഞ് അതിന്റെ കാരണക്കാരി സജിനിയാണ്. അതെ, സജിനിയായിരുന്നു നല്ലൊരു ക്യാമറാമാനാണ് കേട്ടോ. കഴിവൊക്കെ ദൈവം വർദ്ധിപ്പിച്ച് തരട്ടെ. റെസ്റ്റ് എടുക്കുക, മെഡിസിൻ എടുക്കുക, മെഡിക്കായിട്ട് പോകാം കേട്ടോ. അതെ, മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുക. അസുഖം കുറഞ്ഞെന്ന് വെച്ചാൽ അവർ 3 മാസം കഴിക്കണമെന്ന് വെച്ചാൽ 3 മാസം തുടർച്ചയായിട്ട് കഴിക്കുക. അതിൻ്റെ ബാക്കി എന്നാ വെച്ചാൽ ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾ ചൂരിലുമായിട്ട് അങ്ങോട്ട് വരും അല്ലേ ചേച്ചി? അല്ല, സാമ്പത്തിക വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, പറഞ്ഞാൽ മതി കേട്ടോ. മെഡിസിൻ പ്രോപ്പറായിട്ട് എടുക്കണം. പ്രോപ്പറായിട്ട് എടുക്കണം, അപ്പോൾ അത് മാറിക്കോളും. ഒത്തിരി നാളായില്ലേ വയറ്? ഞങ്ങളുടെ കൂടെ വരുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. ഞങ്ങളുടെ ക്യാമറാമാൻ നീനാൾ വാഴട്ടെ. അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ ക്യാമറമാനോട്? ആയുസ്സും ആരോഗ്യം എല്ലാം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ? ഇനി കൂടുതൽ വീഡിയോകൾ എടുക്കാൻ അതെ, ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ആശംസയോടെ ഞങ്ങൾ ഇനി നമ്മുടെ ഫോണൊക്കെ മാറി ഒരു ക്യാമറയും കൂടെ വാങ്ങിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ.